ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് പ്രോഡക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള പ്രോഡക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പ്രോഡക്ട്സ് ആഡ് ചെയ്യാനായിട്ട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, ആഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഷർട്ട് എന്നാണ് ഞാൻ പ്രോഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഏതെങ്കിലും കാറ്റഗറി സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ചുരിദാർ എന്ന് പറഞ്ഞ സെക്ഷനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഡീലക്സ് ചുരിദാർ എന്ന് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. പ്രോഡക്റ്റിൻ്റെ ഇമേജാണ് ഞാൻ അടുത്ത് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് ഇമേജസ് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാണ്. ഞാനൊരു 4 ടൈപ്പിലെ ഇമേജസ് എടുത്തു. സേവ് ആസ് 1 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. സെക്കൻഡ് ഇമേജ് 2 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. തേർഡ് ഇമേജ് 3 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഫോർത്ത് ഇമേജിനും പേര് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ സെറ്റ് ഫീച്ചർഡ് പ്രൊഡക്റ്റ് ഇമേജിലാണ് നമ്മൾ പ്രോഡക്റ്റിൻ്റെ പടം കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം ഇവിടെ ഫ്യൂച്ചേർഡ് ഇമേജ് എന്ന് പറയുന്ന സ്ഥലത്ത് സെലക്ട് ചെയ്യുന്ന ഇമേജാണ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് മാറുന്ന സൈഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് ഞാൻ അതിന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സെറ്റ് ഫീച്ചേർഡ് ഇമേജ് കൊടുത്തു. ഇനി അടുത്ത് വരുന്നതാണ്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് വേരിയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പ്രോഡക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഉണ്ടാവും. അതായത് പല സൈസ് ഉണ്ടാവും, പല കളർ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഡാറ്റയിൽ വേരിയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ചുരിദാർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വേരിയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ മെനു ഓപ്പൺ ആക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു എസ് കെ യു എന്ന് മീൻസ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്ന് പറയും. നമ്മൾ എന്താണോ പേര് കൊടുക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരാണ് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് D1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിൻ്റെ കൊടുക്കേണ്ടത് നമുക്ക് വേരിയേഷൻ വരുന്ന എന്തൊക്കെയാണോ, ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് നോക്കാം. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ഞാനൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാന്ന് കാണിച്ചാൽ അത് ഞാനിപ്പോൾ സൈസാണ് ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ഓക്കെ, സൈസിൻ്റെ അകത്ത് എന്തൊക്കെ സൈസ് വരുന്നുള്ളൂ. ഇപ്പോൾ 20 എന്ന് പറയുന്നൊരു സൈസാണ്. അത് കഴിഞ്ഞ് അടുത്ത സൈസ് വരുമ്പോൾ നമ്മുടെ ബാക്ക് സ്പേസിൻ്റെയും പ്ലസിൻ്റെയും ഇടയ്ക്കുള്ളൊരു സിമ്പിളാണ്, അത് യൂസ് ചെയ്യുക. അടുത്ത സൈസ് 22 അടുത്തൊരു സൈസും കൂടെ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ സിമ്പിൾ യൂസ് ചെയ്യുക, 24 കൊടുക്കുക.
എന്നിട്ട് സേവ് ആട്രിബ്യൂട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ആട്രിബ്യൂട്ടായി. സൈസ് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ടാണ്. ഞാൻ അടുത്തൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് തന്നെ കളർ എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് കൊടുത്തു. അതും ഓരോ കളർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. റെഡ്, അതിനുശേഷം ബാക്ക് സ്പേസിൻ്റെയും പ്ലസിൻ്റെ ഇടയ്ക്കുള്ള സിമ്പിൾ കൊടുക്കുക. യെല്ലോ, ബ്ലാക്ക്. ഓക്കെ, അതിനുശേഷം സേവ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആട്രിബ്യൂട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം നിലവിൽ പ്രോഡക്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് പബ്ലിഷായി. പ്രൊഡക്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചു. നമുക്ക് നമ്മുടെ ചുരിദാർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പ്രോഡക്റ്റ് വരുന്നത് നോക്കാം. ചുരിദാറിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കൊടുത്ത ഡീലക്സ് ചുരിദാറാണ്. ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ പ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പ്രൈസ് ഒന്നും കാണിച്ചിട്ടില്ല. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്ത കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് ഈസ് കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആൻഡ് അൺഅവൈലബിൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്ത 2 ആട്രിബ്യൂട്ട്സ് ആണ് വന്നിരിക്കുന്നത്. സൈസ് എന്ന് പറഞ്ഞിട്ടും കളർ എന്ന് പറഞ്ഞിട്ടും 2 ആട്രിബ്യൂട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ എഡിറ്റിംഗ് വരുത്താം. ഇതിൻ്റെ അകത്ത് വന്നിട്ട് നേരെ നമുക്ക് വേരിയേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വേരിയേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഫോർ you can add a variation, you need to add some variations attribute by using attribute tabs. നമ്മൾ ഓൾറെഡി attributes ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിനകത്ത് യൂസ്ഡ് ഫോർ വേരിയേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. യൂസ്ഡ് ഫോർ വേരിയേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ വേരിയേഷൻസ് എന്ന് പറഞ്ഞ ടാബിലേക്ക് വരികയുള്ളൂ. നമ്മൾ യൂസ്ഡ് ഫോർ വേരിയേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേരിയേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വേരിയേഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വേറെ നേരത്തെ വന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഓപ്ഷൻ വന്നു. ആഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അതിൻ്റെ താഴെ ക്രിയേറ്റ് വേരിയേഷൻസ് ഫ്രം ഓൾ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തു ഗോ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. 9 വേരിയേഷൻസ് ആഡഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കാണിച്ചു. 9 വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഓരോ സാധനങ്ങളിലും ഓരോരോ ഐറ്റംസ് ഉണ്ടാവും. അതായത് നമ്മൾ കൊടുത്ത 20 എന്ന് പറയുന്ന സൈസിൽ റെഡ് കളർ ഉണ്ടാവും, 20 എന്ന് പറഞ്ഞ സൈസിൽ യെല്ലോ ഉണ്ടാവും, 20 എന്ന് പറഞ്ഞ സൈസിൽ ബ്ലാക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. ഓരോരോ സൈസിനും ഓരോരോ കളറിനും പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ പിക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 20 റെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ അവർ SKU കോഡ് ചോദിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്രൈസ് കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ 20 സൈസിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് 20 എന്നാണെന്ന് വിചാരിക്കാം. റെഗുലർ പ്രൈസ് 20, സെയിൽ പ്രൈസ് 20 കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാക്കി നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
സ്റ്റോക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ സ്റ്റോക്ക് എന്നാക്കി കൊടുക്കുക. ഓൾറെഡി ഇൻ സ്റ്റോക്കാണ്. മാനേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് പ്രോഡക്റ്റ് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെതും നമ്മൾ കൊടുക്കുക. ലൈക്ക് ഇതിപ്പോൾ ഒരു 5 പീസാണ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉള്ളതെങ്കിൽ നമുക്ക് 5 കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ അലോ ബാക്ക് ഓർഡേഴ്സ്. അലോ ബാക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും പ്രോഡക്റ്റ് ഇല്ലെങ്കിലും അലോ ബാക്ക് ഓർഡേഴ്സ് എന്നുള്ള കൊടുത്താൽ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ പോലും അത് ഓർഡർ എടുക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അലോ ബട്ട് നോട്ടിഫൈ കസ്റ്റമർ. അതായത് ഓർഡർ എടുക്കാം, ഓർഡർ എടുത്തിട്ട് കസ്റ്റമറോട് പറയുക സാധനം ഇല്ല, കുറച്ച് ഡിലേ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റോക്ക് ക്വാണ്ടിറ്റി 5 കൊടുത്തു, സെയിൽ പ്രൈസും കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇമേജിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഇമേജ് കൂടെ കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് വേറൊരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 20 റെഡിന് വേറൊരു ഇമേജ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് നേരെ താഴെ വന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേജിൽ പോയിട്ട് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെന്താണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് 20 എന്ന് പറഞ്ഞിട്ട് AD 20 AD എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. സൈസ് എന്ന് പറയുന്ന ഓപ്ഷനും കളർ എന്ന് പറയുന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. ഓക്കെ, സൈസ് എന്ന് പറയുന്ന ഓപ്ഷനും കളർ എന്ന് പറയുന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആഡ് ടു കാർട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇത് ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് സൈസ് മറ്റുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ 20 എന്ന് പറഞ്ഞ സൈസ് കൊടുത്തു. ഓക്കെ, 20 എന്ന് പറഞ്ഞ സൈസ് കൊടുത്തു. അതിനകത്ത് നമ്മൾ കളർ റെഡ് കൊടുത്തു. 20ഉം റെഡും വന്നപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്, പ്രോഡക്റ്റിൻ്റെ ഇമേജ് മാറി. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് മാറി. ഇവിടെ ക്വാണ്ടിറ്റി 5 ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു. ഇപ്പോൾ നമുക്ക് ഓർഡർ എടുക്കാം. അതില്ലെങ്കിൽ കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേരിയേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ കൂടെ അതിൽ കൊടുക്കുക. അത് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 20 യെല്ലോയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 20 യെല്ലോയുടെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിപ്പോൾ 20 യെല്ലോ ആകുമ്പോൾ ഞാൻ വേറൊരു ഇമേജ് ജസ്റ്റ് മാറ്റി കൊടുത്തു. ഓക്കെ, SKU കോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. പ്രൈസ് വേരിയേഷൻ, പ്രൈസ് ഇപ്പോൾ ഞാൻ ഒരു 25 കൊടുത്തു. സെയിൽ പ്രൈസ് 25 കൊടുത്തു. ഡിസ്ക്രിപ്ഷനും വേണം നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, അതിനുശേഷം സേവ് കൊടുക്കാം. ഇത് കണ്ടോ, 20-25 എന്ന് കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ ഓരോ പ്രോഡക്റ്റിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച്. ഇപ്പം നമ്മൾ 20 റെഡിന് പ്രൈസ് അല്പം കൂട്ടിയാണ് കൊടുത്തത്. 20 റെഡിലല്ല, യെല്ലോയ്ക്കാണ് കൊടുത്തത്. ഇവിടെ യെല്ലോയ്ക്ക് കണ്ടോ, യെല്ലോയ്ക്ക് ഇവിടെ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. നമ്മൾ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. റെഡിൽ നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി 5 ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു. അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ യെല്ലോ ആക്കിയപ്പോൾ ഇമേജ് മാറി, മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറി. SKUവിൻ്റെ കോഡ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഹായ്, ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സൈറ്റിൽ വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ എങ്ങനെ ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു മെയിൽ അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അയക്കുന്നുണ്ട്. ആ മെയിലിൽ URL എന്ന് പറയും. ആ URL നമ്മൾ കയറുക. URL കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട്
ഇവിടെ യൂസർ നെയിം തന്നിരിക്കുന്ന യൂസർ നെയിം ഇവിടെ തന്നിരിക്കുന്ന യൂസർ നെയിം കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പേസ് ഒന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ പാസ്വേഡും അതേപോലെ തന്നെ കോപ്പി എടുക്കുക. ഒരു കാരണവശാലും സ്പേസ് വരാൻ പാടില്ല പാസ്വേഡിനകത്ത്. ഒരു ഇത് കണ്ടോ, ഇപ്പോൾ എക്സ്ട്രാ ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇവിടെ, ഇത് കണ്ട ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് കറക്റ്റ് സ്പേസ് ഒന്നും വരാതെ ഫുള്ളായിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമ്മുടെ ഇതിൽ പേസ്റ്റ് ചെയ്യുക, പാസ്വേഡിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ആയി സി പാനലിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എപ്പോഴും പാസ്വേഡ് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോൾ പാസ്വേഡ് ചിലപ്പോൾ കൊടുക്കേണ്ട വരത്തില്ല. ഇതിൽ കയറിയിട്ട് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് ബാക്കപ്പ് ഓപ്ഷൻ, ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് എ ഫുൾ വെബ്സൈറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഇപ്പോൾ നിലവിൽ കാണിച്ചിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ബാക്കപ്പ് ഏത് ടൈമിലുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫെബ്രുവരി ജാനുവരി 26 എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാക്കപ്പ് നമ്മൾ എടുത്തതിൻ്റെ അകത്ത് നമുക്ക് ഈ ബാക്കപ്പ് ഒരിക്കലും റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ ബാക്കപ്പ് എടുത്തത്. പുതിയ ബാക്കപ്പ് എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ജനറേറ്റ് ബാക്കപ്പ് എന്നുള്ളതിൻ്റെ അകത്ത് ഹോം ഡയറക്ടറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ഡയറക്ടറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. മീൻസ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം എടുക്കും ബാക്കപ്പ് എടുക്കാനായിട്ട്. ഡൗൺലോഡ് ചെയ്യാനല്ല, ബാക്കപ്പ് ഒന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ബാക്കപ്പ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മെയിൽ ID കൊടുത്തിട്ട് ജനറേറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും ഫുൾ ബാക്കപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. വൺസ് ദ ഫുൾ ബാക്കപ്പ് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ കംപ്ലീറ്റഡ് യു വിൽ റിസീവ് എ മെയിൽ. അതായത് ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മെയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിരിക്കൽ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ മെയിൽ വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും. ഗോ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം ഇത് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെ തന്നെ വരും, മേളിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വരും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് സൈറ്റ് പോവുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഈ ഒരു ഫയൽ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഈ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ സൈറ്റിലുണ്ടായിരുന്നോ അതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കയറിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഫയൽ അതുപോലെ തന്നെ ഈ ഒരു ഫയൽ കൃത്യമായിട്ട് നമ്മൾ ഫോൾഡറിൽ സേവ് ചെയ്ത് വയ്ക്കുക, ഏത് ഡേറ്റിലെ ബാക്കപ്പ് ആണ് എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഈ ഡൗൺലോഡ് ആവുന്ന ഫയൽ ഇത് ഇൻ പ്രോഗ്രസ് മാറിയാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.